ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വചനം. ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. മനുഷ്യ മനസ്സുകളിലെ ഏറ്റവും വലിയൊരു ചോദ്യമാണ്, എങ്ങനെയാണ് ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടുന്നത്? ജീവിതത്തിൻ്റെ സമൂല മേഖലകൾ അനുഗ്രഹിക്കപ്പെടുവാൻ കൊതിക്കുന്ന ധാരാളം പേരുണ്ട്. ഉപവാസം ഇരുന്ന് നോക്കുന്നു, പ്രാർത്ഥിച്ചു നോക്കുന്നു, പലരെ കൊണ്ട് തലയെ കൈവച്ച് പ്രാർത്ഥിപ്പിക്കുന്നു, പലരോട് പ്രാർത്ഥന ചോദിക്കുന്നു. എന്തൊക്കെ ചെയ്തിട്ടും ഇതുവരെയും അനുഗ്രഹിക്കപ്പെടാത്ത ധാരാളം പേരെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒത്തിരി പേരുടെ ഉള്ളിലെ ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് എഴുതിയിട്ടിരിക്കുകയാണ്. അതെന്താണെന്ന് നമ്മൾ വായിച്ചു കേട്ടു. ഒരിക്കൽ കൂടെ നമുക്കത് ശ്രദ്ധിക്കാം. യഹോവയെ തന്നെ സേവിക്കുവിൻ. ആരെ സേവിക്കണമെന്നുള്ള തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് കൊടുത്തു. ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തെയും മാമോനെയും ഒന്നിച്ചു സേവിക്കാൻ കഴിയത്തില്ല. രണ്ടു വള്ളത്തിൽ കാല് ചവിട്ടരുത്, ഇരു മനസ്സ് പാടില്ല. ഇതൊക്കെ വേദപുസ്തകം നമുക്ക് തരുന്ന നിർദ്ദേശമാണ്. ദൈവത്തെ സേവിച്ചാൽ ഒരുവൻ ഈ ഭൂമിയിൽ മരിക്കുന്നിടം വരെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൽ അവനെ എടുക്കപ്പെടുന്നിടം വരെ അവൻ ദൈവത്തെ അല്ലാതെ മറ്റാരെയും സേവിക്കാൻ പാടില്ല. എല്ലാവരെയും സേവിക്കുന്ന കൂട്ടത്തിൽ യേശുവിനെയും സേവിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, ദൈവത്തെ മാത്രമേ സേവിക്കാവൂ. ബൈബിളിൽ ഒരു വചനമുണ്ട്, ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരുള്ള വ്യത്യാസം നീ കാണാൻ പോകാം. അപ്പോൾ ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു ദൈവവേദന്റെ ഏറ്റവും വലിയ പ്രാഗൽഭ്യം ഏതാണെന്ന് ചോദിച്ചാൽ, അവൻ ദൈവത്തെ സേവിക്കുന്നു എന്നുള്ള അവൻ്റെ ജീവിതത്തിൻ്റെ ഉറപ്പാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അവൻ അനുഗ്രഹിക്കും. എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളാണ് അപ്പവും വെള്ളവും. എന്താണ് ഈ വചനം സൂചിപ്പിക്കുന്നത്? നിനക്ക് വേണ്ടതെല്ലാം തന്നനുഗ്രഹിക്കുവാൻ, നീ അനുഭവിക്കേണ്ടതെല്ലാം അനുഗ്രഹത്തോടെ അനുഭവിക്കുവാൻ ദൈവം വഴിയൊരുക്കും. ദൈവത്തെ മാത്രം സേവിക്കുക. ഒന്നിച്ച് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ സേവിക്കാനുള്ള തീരുമാനം ഉറപ്പിക്കാം. യേശു നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ദൈവത്തെ അല്ലാതെ മറ്റാരെയും സേവിക്കാതെ ദൈവത്തെ മാത്രം സേവിക്കുവാൻ നിന്റെ മക്കൾക്ക് കൃപ കൊടുക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. അവരുടെ ജീവിതത്തിൻ്റെ സമൂല മേഖലകളെ കർത്താവ് അനുഗ്രഹിക്കണം. അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിശ്ചയമായും ദൈവം നിന്നെ അനുഗ്രഹിക്കും. അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു.